വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വികസനത്തിന് വോട്ട്, അതാണ് മുദ്രാവാക്യം. ഈ നാട്ടുവണ്ടിയുടെ യാത്രയിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ കാര്യങ്ങളൊന്നും പഴയതുപോലെ അല്ലെന്നേ. വലിയ മാറ്റങ്ങളാണ്. ഒരുപാട് സംരംഭങ്ങൾ, തൊഴിലവസരങ്ങൾ, അങ്ങനെ അനന്തമായ വിശാലമായ സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആന്തൂർ നഗരസഭയുടെ ഒരു പ്രൊഡക്റ്റിന്റെ ബ്രാൻഡാണ്. നോക്കൂ, ആന്തൂർ മസാല എന്നാണ് അവർ ആ ബ്രാൻഡിന് പേരിട്ടിരിക്കുന്നത്. അതിൽ മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ചിക്കൻ മസാല, ഫിഷ് മസാല, രസപ്പൊടി, അങ്ങനെ നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട 18ഓളം ഇനങ്ങൾ ഇവിടെ ഒരു സംഘം സ്ത്രീകൾ തയ്യാറാക്കുകയാണ്. ഓർമ്മയില്ലേ നമ്മുടെ സംരംഭക വർഷം, സർക്കാരിന്റെ ആ സംരംഭക വർഷത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു ആശയമാണിത്. ഈ സംരംഭക വർഷത്തിനെ കുറ്റം പറഞ്ഞും അതിന്റെ കുറവുകൾ തേടിയും നാടെമ്പാടും നടന്ന മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. അപ്പോൾ ആ മാധ്യമപ്രവർത്തകരോട് കൂടി പറയുകയാണ്, ഇങ്ങനെയുള്ള ആശയങ്ങളും കാഴ്ചകളും ഒക്കെ ഈ നാട്ടിലുണ്ട്, അതൊക്കെ കൂടി ഒന്ന് കാണണം കേട്ടോ. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം. നമ്മൾ ഇതിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ നിരനിരയായി നമ്മുടെ മുൻപിലുണ്ട്. ഇതാ റാഗിപ്പൊടിയുണ്ട്, ആന്തൂർ മസാല, മിക്സ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ കുരുമുളക് പൊടി, അങ്ങനെ 18ഓളം ഇനങ്ങൾ ഇവിടെ നിന്ന് വിപണിയിലേക്ക് എത്തിക്കുകയാണ്. പ്രാദേശിക മാർക്കറ്റുകളിലേക്കാണ് ഇവർ സാധനം എത്തിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളമെമ്പാടും എത്തിക്കാനുള്ള സാധ്യതകളിലേക്ക് അവർ പരിശോധിക്കുകയാണ്. ഇവിടെ ആ സ്ത്രീകൾ അതിന്റെ ഭാഗമായി ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമ്മൾ പറയുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണല്ലേ അവർ നമ്മളോട് സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് ശോഭേച്ചി ഇവിടെ നിങ്ങൾ ചെയ്യുന്നത്? ഇവിടെ എല്ലാത്തരം മസാലകൾ കഴുകി പൊടിച്ചിട്ട് തന്നെ ആക്കുന്നത്. പിന്നെ അരി പൊടിച്ചു വറുത്ത് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ മായമില്ലാത്ത കറുപ്പൊന്നും ഇല്ലാണ്ട് എല്ലാം ശുദ്ധമായിട്ട് എല്ലാ ആളടുക്കി എത്തിക്കുകയാണ്. ഇതെന്താ മഞ്ഞപ്പൊടിയാ? ഇത് സാമ്പാർ പൊടിയാണല്ലേ? അപ്പോൾ നല്ല മായമില്ലാത്ത, നല്ല എന്താ പറയുക, നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നുവോ അതേ രീതിയിൽ അവരത് തയ്യാറാക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് CDS ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു EDP ക്ലാസ് കിട്ടി. പിന്നെ ഞങ്ങൾ റൂട്ട് സെറ്റിൽ പോയി മസാലപ്പൊടിയുടെ ഒരു പരിശീലനം 6 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞു. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയപ്പോഴും ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണം എന്നൊരാശയം തോന്നി. അതിന് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ എങ്ങനെയാണ് പിന്തുണ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ നഗരസഭയുടെ ആണല്ലോ, നഗരസഭയുടെ പിന്തുണ എങ്ങനെയുണ്ടായിരുന്നു? നഗരസഭയിൽ ഞങ്ങൾ CDS ചെയർപേഴ്സൺ, പിന്നെ ഞങ്ങളുടെ ചെയർമാൻ, എല്ലാ കുടുംബശ്രീ എല്ലാ അംഗങ്ങളും എല്ലാവരും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ഞങ്ങളുടെ ഹസ്ബൻഡ്, വീട്ടുകാർ എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ഒപ്പം നിന്നു. എല്ലാവരും ഞങ്ങളുടെ കൂടെ അപ്പം തന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ചെറുതായിട്ട് വീടുകളിൽ നിന്ന് ചെറുതായ പാക്കിങ്ങും കേട്ട് തുടങ്ങിയതാണ്. അത് ഞങ്ങളുടെ കുടുംബക്കാർക്ക്, അയൽവക്കത്തുള്ളവർക്ക്, ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങൾക്കെല്ലാം കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയ പിന്നെ ഞങ്ങളിത് വെറുതെ കേട്ടോ, ഏറ്റവും ആധുനികമായ നല്ല മെഷീനറീസ് ഒക്കെ നഗരസഭ അവർക്ക് നൽകിയിട്ടുണ്ട്. ഏകദേശം 18 ലക്ഷത്തോളം രൂപയാണ് നഗരസഭ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇവിടെ ആന്തൂരിൽ മുടക്കിയിരിക്കുന്നത്. ഒരു മായവുമില്ല, ഒരു കലർപ്പുമില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന വത്തല മുളക് നല്ല ഗംഭീരമായി കഴുകി ഉണക്കി വൃത്തിയാക്കി പൊടിച്ചെടുക്കുകയാണ്. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല, ഒരു മായവും ചേർക്കുന്നില്ല. നിങ്ങൾ നഗരസഭയിൽ ചെന്ന് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടിയ പിന്തുണ എങ്ങനെയുണ്ടായിരുന്നു? അവര് പറഞ്ഞത് നിങ്ങൾ തുടങ്ങിക്കോ, നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, അങ്ങനെ പറഞ്ഞു. നമ്മൾ കുടുംബശ്രീ സംരംഭമായിട്ട് തുടങ്ങിയിട്ട് പിന്നെ നഗരസഭേന്റെ സപ്പോർട്ടോടുകൂടി ഒരു മില്ല് കിട്ടി. അത് ഒക്ടോബർ 2 ഗോവിന്ദ മാഷാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അത് വലിയ പിന്തുണയാണ്. മാഷെല്ലാം നല്ല പിന്തുണയാണ് തരുന്നത്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാകും? നമ്മൾ വോട്ട് ചെയ്യുന്നത് ഇത്തവണ എന്തിനു വേണ്ടിയിട്ടായിരിക്കും മനസ്സിൽ തോന്നുന്നത്? വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വികസനത്തിന് വോട്ട്, അതാണ് മുദ്രാവാക്യം. അതാണ് ആ ചേച്ചി അത് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. കാരണം ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് അവരുടെ ജീവിതം മെല്ലെ പച്ചപിടിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ കാഴ്ചകൾ അവസാനിക്കുന്നതേയില്ല. നമ്മളോട് സംസാരിക്കാനും പറയാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഇനിയും പലയിടങ്ങളിലുണ്ട്. നാട്ടുവണ്ടി യാത്ര തുടരുകയാണ്. മറ്റൊരിടത്ത് ഇതുപോലുള്ള കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ബൈ.